ഫാറ്റി ലിവർ അതിപ്പോൾ എല്ലാവർക്കും ഉള്ളതല്ലേ, നിസ്സാരമല്ലേ? പക്ഷെ നിസ്സാരമല്ല. പക്ഷേ എങ്ങനെ ഇത് നിസ്സാരമായിട്ട് പരിഹരിക്കാം? ഹലോ, ഞാൻ ഡോക്ടർ ആര്യ രമേശൻ എണ്ണയ്ക്കാത്ര. ഹായ്, ഞാൻ ഡോക്ടർ ചിത്തിരാമ്പു എണ്ണയ്ക്കാത്ര. ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ വീക്കം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ശരിക്കും എന്താണ് ഈ ഫാറ്റി ലിവർ? നമ്മുടെ ലിവറിൽ വന്ന് കൊഴുപ്പടിയുമ്പോഴാണ് നമ്മളതിനെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ഏത് ആഹാരം കഴിച്ചാലും നിങ്ങൾക്കൊരു കലോറി കിട്ടും, ഒരു ഊർജ്ജം കിട്ടും. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് അത് ഉപയോഗിക്കുന്നു. ബാക്കി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഫാറ്റായിട്ട് അല്ലെങ്കിൽ കൊഴുപ്പായിട്ടാണ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യണത്. അത് ലിവർ തൊട്ട് സ്റ്റോർ ചെയ്യുന്നു, ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു, ബാക്കി ശരീരഭാഗങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് കരൾ വീക്കം അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നും പറഞ്ഞു വരുന്നത്. മിക്കവരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാറുള്ളൊരു ചോദ്യം, ഞാൻ ആൽക്കഹോൾ കുടിക്കണില്ല, പുക വലിക്കണില്ല, ഡ്രഗ്സ് എടുക്കണില്ല, പ്യുവർ വെജിറ്റേറിയൻസ് ആണ് ഞങ്ങൾ, എങ്കിലും ഞങ്ങൾക്ക് ഫാറ്റി ലിവർ വരുന്നു. അതിൻ്റെ ഒരു കാരണമാണ് ഈ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവർ കഴിക്കണം 3 നേരം അരി ആഹാരമായിരിക്കാം, കിഴങ്ങ് വർഗ്ഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്വീറ്റ്സ് നല്ലോണം കഴിക്കണവരായിരിക്കാം, ഷുഗർ കണ്ടൻസ് കൂടുതലുള്ളത് കഴിക്കണവരായിരിക്കാം. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് വേണ്ടതിനേക്കാളും കൂടുതലൊരു കലോറിയാണ് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലണത്. അപ്പോൾ ആവശ്യത്തിന് ശരീരം അതെടുക്കുന്നു, ബാക്കിയെല്ലാം ഈ കൊഴുപ്പായിട്ട് അടിഞ്ഞുകൂടുന്നു. അതുകൊണ്ടാണ് ഈവൻ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ഒക്കെ കാണിക്കണതിൻ്റെ ഒരു റീസൺ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചേച്ചി നമ്മൾ ഫാറ്റി ലിവർ പറയണത്? ഇതിൻ്റെ അകത്ത് കൂടുതലും ഇപ്പോൾ കുട്ടികളിൽ വരെ ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. അതും പണ്ടൊക്കെ 50 വയസ്സിന് മേലെയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുട്ടികളിലും വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഇതിനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ 4 സ്റ്റേജസ് ആയിട്ടാണ് വരുന്നത്. ആദ്യത്തെ സ്റ്റേജിലെന്ന് വെച്ചാൽ 8% ഉണ്ടാവുള്ളൂ കൊഴുപ്പ്. അതെന്ന് വെച്ചാൽ മൈൽഡ് ടു മോഡറേറ്റ് ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റിൽ USC സ്കാൻ റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അതല്ല, നെക്സ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പം 12% ഫാറ്റ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയാൻ നേരത്ത് 15% ഏറെ എണ്ണയായിട്ട് വരും. 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പം സിറോട്ടിക് സ്റ്റേജിലേക്ക് പോകും. ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഒന്നല്ലെങ്കിൽ ലിവർ ഫെയിലിയറിലേക്ക് പോകും, അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് പോകും. ലിവർ എന്ന് പറയുന്ന ആ ഒരു ഓർഗന് ഒത്തിരി കർമ്മങ്ങളുണ്ട്. അതെപ്പോഴും നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ ഇൻവെർട്ടർ വെക്കില്ലേ, അതുപോലെ തന്നെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. ഉദാഹരണത്തിന് നമ്മൾ പ്രമേഹം എടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രക്തത്തിൻ്റെ അകത്ത് ആ ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പാൻക്രിയാസാണ്. ആ പാൻക്രിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ലിവറാണ്. പക്ഷേ അത് കൂടാതെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അകത്ത് തൈറോയിഡിൻ്റെ പ്രശ്നം വരുമ്പോഴും T3 ആയിട്ടുള്ള ഇനാക്റ്റീവ് ഫോമിനെ T4 ആക്കി കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിവർ തന്നെ വേണം. PCOD, കൊളസ്ട്രോള്, അതിനെല്ലാത്തിനും ഈ ലിവർ തന്നെ വിചാരിക്കണം ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാതെ തന്നെ ദഹന പ്രശ്നങ്ങൾക്കും നമുക്ക് വേണ്ട ദഹനരസം ലിവർ തന്നെയാണ് ചെറുകുടലിലേക്ക് തരുന്നതും. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഉറവിടം ലിവറാണ്. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, ബിഹൈൻഡ് ദ കർട്ടനാണ് ആളുടെ പ്രവർത്തനം കംപ്ലീറ്റ്ലി. അപ്പോൾ ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് അസസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ലിവർ അടിപൊളിയായിട്ടാണോ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഇനി നമ്മളിനി അറിയണമല്ലോ. ഇപ്പോൾ PCOD ഉള്ളവർ, ഷുഗർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എസ്പെഷ്യലി ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാരണമുണ്ട്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ SGOT, SGPTയിൽ വേരിയേഷൻസ് വന്ന് തുടങ്ങും. പിന്നെ മഞ്ഞപ്പിത്തം പോലുള്ള ഒരു ഇതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ബിലിറൂബിനൊക്കെ മാറി തുടങ്ങും. എങ്കിൽ കറക്റ്റായിട്ടെന്ന് വെച്ചാൽ നമ്മളിന്ന് USG എടുത്താൽ മതി. USG അബ്ഡോമൻ എടുക്കുക എന്ന് വെച്ചാൽ അത് വേദന എടുക്കുന്ന ഒരു പ്രൊസീജിയറൊന്നും അല്ല, എല്ലാവർക്കും അറിയാം. വെറുതെ ഒരു USG ഇത് വെച്ച് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഫാറ്റി ലിവർ ഉണ്ടോ, അത് ഏത് സ്റ്റേജ് ആണെന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് ലിവർ കറക്റ്റ് ഫങ്ഷൻ ആണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനായിട്ട്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരാൻ നേരത്തെ നമുക്ക് ആദ്യമേ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സിംറ്റമും ഇന്നത് കാണുകയില്ല. ഈ സാധനത്തിന് ഫാറ്റി ചേഞ്ചസ് കൂടി വരുന്നത് നമ്മൾ അറിയേയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ പോണതും മിക്കപ്പോഴും ദഹന പ്രശ്നമായിട്ട് ആൾക്കാർ വെറുതെ തള്ളിക്കളയും. അല്ലെങ്കിൽ PCOD, കൊളസ്ട്രോൾ, തൈറോയിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ മാത്രം ഫോക്കസ് ചെയ്യും. പക്ഷേ ലിവറിനെ ഇനി ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ വലത്തെ സൈഡിൽ നമ്മുടെ വാരിയലിൻ്റെ താഴെയായിട്ട് ചെറിയൊരു വേദനയോ കഴപ്പോ വരിക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കൂടാതെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു തടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ദഹനക്കുറവ് വരിക, വിശപ്പില്ലായ്മ വരിക, അകാരണമായിട്ടുള്ള ക്ഷീണം വരിക, അതല്ലാന്നുണ്ടെങ്കിൽ കണ്ണിൽ ചിലപ്പോൾ മഞ്ഞപ്പ് വരും, അതല്ലാന്നുണ്ടെങ്കിൽ സാൻഡലോസ്മ എന്ന് പറയും, സാൻഡലാസ്മ, ഇവിടെ കണ്ണിൻ്റെ അടിയിലായിട്ടുള്ള തടിച്ച് ഒരു വെള്ളപ്പാട് പോലെ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചതഞ്ഞ പോലത്തെ റെഡിഷ് പാടുകൾ എക്കിമോസിസ് പോലെ കാണിക്കാറുണ്ട്, ദേഹത്ത് മുഴുവൻ വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ താരനോ മുടിയൊഴിച്ചിലോ മാറാതിരിക്കുക എന്ന് വെച്ചാൽ അതിന് വൈറ്റമിൻസിൻ്റെ കറക്റ്റായിട്ടുള്ള അസിമുലേഷൻ നമ്മുടെ
ലിവർ ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ കാരണം വരുന്നത്. അപ്പോൾ നമ്മൾ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്കും ഡൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത്രയാണ് ലക്ഷണങ്ങൾ. നമുക്ക് സ്പെസിഫിക് ഇല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ അസിഡിറ്റി ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട നിങ്ങളുടെ ഭക്ഷണം കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്തോരം ആണോ കലോറി അല്ലെങ്കിൽ ഊർജ്ജം വേണ്ടത് അതനുസരിച്ചുള്ള ഒരു ഇൻടേക്ക് ഭക്ഷണ ക്രമീകരണം നിങ്ങൾ കൊണ്ടുവന്നിരിക്കണം. 3 നേരം അരിയാഹാരം കഴിക്കരുത്. ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരം കഴിക്കാൻ നോക്കുക. രാവിലെ എന്തായാലും പലഹാരങ്ങളായിരിക്കും. രാത്രിത്തെ ഭക്ഷണം എത്രയും നേരത്തെ ആക്കുക. ഇപ്പോൾ വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ കോഹ്ലിയൊക്കെ പറയണില്ലേ, അവർ രാത്രിത്തെ ഭക്ഷണം നേരത്തെ ആക്കിയപ്പോൾ തന്നെ അവരുടെ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റായെന്നാണ് പറയണത്. കാര്യം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മിഡ് നൈറ്റ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റായിട്ട് നല്ല ഹെവി ഫുഡ്, അതും എസ്പെഷ്യലി ജങ്ക്സ് ആയിരിക്കും നമ്മൾ കഴിക്കണം. ആ കലോറി ഫുൾ ബോഡി എടുക്കുകയാണ്, ഒന്നും യൂട്ടിലൈസ് ആവണില്ല. കാര്യം നമ്മൾ പിന്നെ സ്ലീപ്പിലേക്കാണ് പോകുന്നത്, ഫുൾ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തോരം കഴിക്കണോ അത് നിങ്ങളുടെ ബോഡിയിൽ കാണിക്കും. സോ നൈറ്റ് അങ്ങനത്തെ ഒരു ശീലമേ അങ്ങോട്ട് മാറ്റുക. നല്ലോണം വെള്ളം കുടിക്കുക. ബേക്കറി, ജങ്ക്സ്, ഷുഗർ ഐറ്റംസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യുക. റെഡ് മീറ്റ് കോമൺ ആണ് കേട്ടോ, അത് കട്ട് ഔട്ട് ചെയ്യുക. ഇനി ഇതൊക്കെ ചെയ്തു, പക്ഷേ ഫാറ്റി ലിവർ 2 അല്ലെങ്കിൽ സിറോട്ടിക് ചേഞ്ചസിലേക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വൈദ്യസഹായം തേടണം. ഒരിക്കലും നിങ്ങൾ ഓക്കെ ഒറ്റമൂലി കീഴാർനെല്ലി കഴിച്ചു ഞാൻ മാറ്റും എന്ന് പറയാൻ പാടില്ല. അതൊക്കെ ചെയ്തോളൂ, നല്ലതാണ്. പക്ഷേ വൈദ്യസഹായം തേടി എവിടെയാണ് എപ്പോഴാണ് മെഡിസിൻ എടുക്കേണ്ടത്, ഇനി ആയുർവേദം കൊണ്ട് തന്നെ പറ്റുമോ അല്ലെങ്കിൽ വേറൊരെണ്ണം ഹെൽപ്പ് വേണോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ എപ്പോഴും വൈദ്യസഹായം തേടണം. എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ നോക്കുക. എപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു ഓർഗനാണ് ലിവറെങ്കിലും ഇനി എപ്പോഴും എന്ത് വന്നാലും കരളിനെ ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ശരീരത്തിൻ്റെ അകത്തുള്ള കൊഴുപ്പിനെ നിങ്ങൾ ബേൺ ഔട്ട് ചെയ്യുക. അതുകൊണ്ടിട്ട് പുറത്തുനിന്ന് ആദ്യം ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അകത്തുള്ള സാധനം കത്തിച്ച് കളയുക. അതുകഴിഞ്ഞ് മാത്രമേ നിങ്ങൾ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ചെയ്യാവൂ കേട്ടോ.